പ്രൈസ് ടു ജീസസ്. വിഷം കടിച്ചവരെ കൊണ്ട് വിഷം ഇറക്കിക്കുക. ഇന്ന് കേരളത്തിലെ ചർച്ചകളിൽ, കത്തോലിക്ക സഭകളിൽ വലിയ ആരവമാണ്. എറണാകുളം അതിരൂപതയിലെ അങ്കമാലി ഒക്കെ എന്താണ് മാമ്പളാനി പിതാവും തട്ടിൽ പിതാവും പൊതുജന സമക്ഷത്തിൽ ബിഷപ്പ് ഹൗസിന് മുമ്പിൽ നിൽക്കുന്ന ജനത്തിനോട് ക്ഷമ ചോദിക്കണം. ഒരു സൈഡിൽ പോലീസ്, മറു സൈഡിൽ ജനങ്ങൾ, ആക്രോശിക്കുന്ന ജനങ്ങൾ. ഇവരുടെ എല്ലാം ഉള്ളിലെ ബിഷപ്പ് ഹൗസിനകത്ത് ഈ പിതാക്കന്മാർ ഇരിക്കുന്നു. അവരിതിലൂടെ പോകണമെങ്കിൽ ഞങ്ങളോട് ക്ഷമ ചോദിക്കണം. എന്തുകൊണ്ടാണ് ഈ ജനത്തിന് പിതാവെന്നോ പുരോഹിതന്മാരെന്നോ ശുശ്രൂഷകരെന്നോ ഭയമില്ലാതെ പോയത്? എന്തുകൊണ്ടാണ്? ആരാണ് ഇതിന്റെ കാരണക്കാർ? ആരാണ്? യഥാർത്ഥത്തിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ സഭയുടെ ഉന്നതന്മാർ എന്താണ് ചെയ്യുന്നത്? ജനത്തിന് രക്ഷിക്കപ്പെടണം, ജനത്തിന് ദൈവഭയം ഉണ്ടാക്കി കൊടുക്കണമോ, അതോ ദൈവഭയത്തിൽ നിന്നും മാറ്റി അനവധി ഹോസ്പിറ്റലുകൾ, അനവധി സ്കൂളുകൾ, അനവധി സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ബിംബങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കി അതിലേക്ക് ജനത്തെ അടുപ്പിക്കണമോ? അങ്ങനെ പണമുണ്ടാക്കാൻ വേണ്ടി, സാമ്പത്തിക ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടി അവിശ്വാസികളെയും വിശ്വാസികളെയും ഒരുമിച്ച് സഭയുടെ അടിമകളാക്കി, നീ ഇത് ചെയ്താൽ മതി, നീ അത് വായിച്ചാൽ മതി, നീ സഭ ഇറക്കുന്ന പുസ്തകം എടുത്താൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് നീ നോക്കണ്ട, അങ്ങനെ സഭയുടെ അടിമകളായി വെച്ച ജനം ഇന്ന് ആ അടിമകളാക്കിയ പുരോഹിതന്മാരെ ഇട്ട് ചീത്ത വിളിക്കലും തെറി വിളിക്കലും ആരംഭിച്ചു. അതൊരു പരിധി വരെയുണ്ട്, അതൊരു ലിമിറ്റേഷൻ വരെ നിൽക്കത്തുള്ളൂ. ആ ലിമിറ്റഡ് കഴിഞ്ഞാൽ ഈ ജനം പുറത്തുകയാണ്. കാരണം അവർക്ക് അകത്ത് വചനമില്ല, അകത്താരെയും പേടിയില്ല, അവർക്ക് ദൈവം എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് ആകെപ്പാടെ അറിയാവുന്നത് കൊന്തയും വിഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ കൃപ എന്തെന്ന്, വിശ്വാസം എന്തെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ നീ ഇത്രയും നാളും ഇപ്പോ ചെയ്ത നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ട് പോയാൽ മതി. എന്തിന്റെ പേരിലാണ്? വിശുദ്ധ ബലി എങ്ങോട്ട് തിരിഞ്ഞു ചൊല്ലണം? കിഴക്കോട്ട് തിരിയണോ, പടിഞ്ഞാട്ട് തിരിയണോ, തെക്കോട്ട് തിരിയണോ, അല്ല ജന അഭിമുഖമായി ചൊല്ലണോ? ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് അവരുടെ ഇടയിൽ ചർച്ചാ വിഷയങ്ങളും അതിനുള്ള തീരുമാനങ്ങളും സിനഡുകളും കൂടിയിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ എന്തായി? ഇന്നലെ വരെയും ആക്രോശിച്ച്, ഇന്നലെ വരെയും മതത്തിന്റെ അടിമകളാക്കി നിർത്തിയ ജനം ഇന്ന് പറയുന്നു, നീ ക്ഷമ ചോദിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ട് പോയാൽ മതി. ഒരു വ്യക്തി പറയുന്നു, ഇന്നലെ വരെ പിതാവെന്ന് വിളിച്ചതാ, ഇനി പിതാവൊന്നുമില്ല, മെത്രാനെ വിളിക്കത്തുള്ളൂ, ഇനി മാമ്പളാനിയും തട്ടിലൊക്കെ ക്ഷമ ചോദിക്കട്ടെ എന്ന് വെച്ചാൽ സ്ഥാനങ്ങളും ഒക്കെ അങ്ങ് പോയി. ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം, ഈ കോമ്പൗണ്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ പാമ്പ്ലാനിയും തട്ടിലും വന്ന് ഞങ്ങളോട് പറയണം. ഞങ്ങളോട് മാപ്പ് പറയാതെ ഈ ബസിലിക്കയിൽ നിന്ന് ഈ സമൂഹം പുറത്തിറങ്ങില്ലെന്ന് അതിനിഗ്ധമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ കൊണ്ടുപോയെന്ന് പറഞ്ഞോട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോലില്ല. നിങ്ങൾ പോലീസുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ നന്നായി നിന്നാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ല എങ്കിൽ ഇന്ന് ഇവിടെ രക്തക്കള ഒഴിക്കാനും ശരി, ഇവിടെ നിന്ന് ഒരെണ്ണം ഞങ്ങൾ പുറത്തു പോകില്ല. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്. ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കണ്ട. ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ തട്ടിലും പാമ്പ്ലാനിയും വന്ന് ഇവിടെ വന്ന് മാപ്പ് പറയണം ഈ സീറോ മലബാർ സഭയുടെ വിശ്വാസികളോട്, അല്ലാതെ ഇവിടുന്ന് ഞങ്ങൾ പുറത്തു പോകില്ലെന്ന് പറയുന്നു. ഞങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളോട് എന്ത് തെറ്റ് ചെയ്തത്? ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധിച്ചു. പ്ലാമ്പാനി പിതാവാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഈ സഭാ വിശ്വാസികളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് പ്ലാമ്പാനി പിതാവാണ് അറസ്റ്റ് ചെയ്യിച്ചത്. ഞങ്ങളോട് എന്ത് തെറ്റ്? ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങളിവിടെ പ്രതിഷേധിക്കുമായിരുന്നു. ഞങ്ങൾ പോലീസുകാരുടെ അടുത്ത് മിക്കട്ടേറിയോ, പോലീസുകാരെ ഉപദ്രവിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വിമതന്മാരുടെ വൈദികർ പോലീസുകാരെ വരെ നട്ടല്ലോ വാരിയിൽ ഒടിച്ച ആൾക്കാർ, ക്രിമിനൽസ് വരെ ഇപ്പൊ കയറിയേക്കുവാണ്. അപ്പൊ ഇവർക്കൊന്നും കാണുന്നില്ല ഇവര്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? പ്ലാമ്പാനി പിതാവ്, റാഫേ തട്ടി പിതാവും വരാതെ ഞങ്ങൾ ഇവിടെ കിടന്ന് ഞങ്ങൾ ചത്താലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങൂലേ? ഇനി അതെ, ഈ പിതാക്കന്മാര് തന്നെയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്. ഈ സസ്പെൻഷനുള്ള വൈദ്യർക്ക് നടപടിയെടുത്തത് ഞങ്ങളെ വിശ്വാസികൾ ആരും അല്ലല്ലോ എടുത്തത്. ഈ പിതാക്കന്മാര് തന്നെയാണ് ഈ സസ്പെൻഷനുള്ള വൈദ്യർക്ക് നടപടിയെടുത്തത്.
ഈ സിനഡ് പിതാക്കന്മാർ ഇവരെല്ലാ പ്രാവശ്യം മൗണ്ടിൽ ഇവര് സിനഡ് കൂടുമല്ലോ. ഈ സിനഡിൽ ഇവർ ഓരോ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇവർ എന്തിനു തീരുമാനങ്ങൾ പുറത്തുവിടുന്നു? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഈ കുർബാന ക്രമം എങ്ങനെയാക്കിയത്? ഈ പിതാക്കന്മാർ എങ്ങനെയാണ് ഞങ്ങൾ തെരുവിലിറക്കിയേക്കണത്? ഇപ്പൊ പിതാക്കന്മാർ, സിനഡ് പിതാക്കന്മാരും എല്ലാ പിതാക്കന്മാരും ഇതിന്റെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇത് പ്ലാമാനി പിതാവ് വിശ്വാസികളെ തല്ലിത്തെറിക്കാൻ ചെയ്ത പണിയാണ്. ഇതൊന്നും കണ്ട് ഞങ്ങൾ വിശ്വാസികൾ പേടിക്കുക. കണ്ണൂർക്കാരും കൊണ്ടാ. ആ മെത്രാനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. കണ്ണൂരും തലശ്ശേരിയിലും കളിക്കുന്ന പോലെ എറണാകുളത്ത് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അത് വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. ഇവിടുത്തെ സിനഡ് മെത്രാന്മാരോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾ സമവായമൊന്നും പറഞ്ഞുകൊണ്ട് വന്നാൽ എല്ലാ പള്ളികളും ഞങ്ങൾ പൂട്ടിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. ഇത് ഞങ്ങളുടെ കട്ടയാണ്. എല്ലാ പള്ളികളും ഞങ്ങൾ പൂട്ടിക്കും. ഈ മെത്രാസ്ഥാനത്ത് അരപ്പെട്ട കെട്ടണമെങ്കിൽ സമൂഹം ഉണ്ടാവണം, വിശ്വാസ സമൂഹം. ആ വിശ്വാസ സമൂഹമില്ലാതെ ഒരു കളിക്ക് നിങ്ങൾ നിന്നാൽ നിങ്ങൾ ചീഞ്ഞ നാറും. ഇത് നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്. എന്നാൽ ആദിമസഭയിൽ യഥാർത്ഥമായി എങ്ങനെയാണ് ഈ വിശുദ്ധ ബലി അല്ലെങ്കിൽ കൂടിവരവ് എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം അതിന്റെ 46-47 തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ, ഒരുവനപ്പെട്ട് ദിവസം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആരാണ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നത്? കർത്താവ് ദിവസം പ്രതി രക്ഷിക്കപ്പെട്ട ജനത്തെ, വചനമുള്ള ജനത്തെ സഭയുടെ പാർട്സുകളാക്കി, സഭയുടെ തലങ്ങളിലേക്ക്, സഭയുടെ അകത്ത് മെമ്പറാക്കി മാറ്റിക്കൊണ്ടിരുന്നു. എങ്ങനെയാണ്? ഒരുമനപ്പെട്ട് ദിവസം പ്രതി, ഒരു ആത്മാവിൽ, ഒരു ശരീരത്തിൽ ദിവസം പ്രതി ദേവാലയത്തിൽ കൂടി. ആ ദേവാലയത്തിൽ കൂടിയപ്പോൾ അവിടെ മുമ്പിലിരിക്കുന്നവൻ സാമ്പത്തികമുള്ളവനല്ല ആണെന്നോ സാമ്പത്തികം ഇല്ലാത്തവനാണെന്നോ, ഞങ്ങൾക്ക് സ്കൂള് പണമെന്നോ, ഞങ്ങൾക്ക് ബിംബങ്ങൾ ഉണ്ടാക്കണമെന്നോ, ഞങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കണമെന്നോ ഒന്നും പഠിപ്പിച്ചില്ല. അവിടെ സ്വർഗരാജ്യത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഏറ്റുന്നതനായ ദൈവത്തെക്കുറിച്ചും അവിടെ പഠിപ്പിച്ചു അപ്പോസ്തലന്മാർ ജനത്തെ. അവർ ഒരേ മനസ്സോടുകൂടി എന്താണ് ചെയ്തത്? അപ്പം നുറുക്കുകയും ഉല്ലാസ ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതാണ് ആദിമസഭയിൽ നിന്ന്. ഇവിടെ തെക്കോട്ട് തിരിഞ്ഞിരുന്നോ, വടക്കോട്ട് തിരിഞ്ഞിരുന്നോ, പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ജന അഭിമുഖമായ കുർബാന ചെല്ലുന്നോ, എന്നാലേ കർത്താവ് കേൾക്കത്തൊന്നുമില്ല. കാരണം ഇതിപ്പോ ഈ തർക്കങ്ങളും വഴക്കുകളും നോക്കുമ്പോൾ ആരും എവിടെ ഇറങ്ങി വരും എന്ന് ചിന്തിച്ചു നോക്കി. അവിടെ ആർക്കെന്ത് പ്രയോജനം? അവിടെ രണ്ടാമത് പറയുന്നു, 47-ാമത്തെ വാക്യം പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കും സകല ജനത്തിന്റെ കൃപ. ദൈവത്തെ അവർ ആരാധിച്ചു സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഹൃദയത്തോടെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്യുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി എല്ലാ ദിവസവും അത് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തലന്മാർ ജനത്തിന്റെ ഇടയിലേക്ക് വചനത്തെ കൊടുത്തു, യേശുവിനെ കാട്ടിക്കൊടുത്തു. ബിംബത്തെ അല്ല കാട്ടിക്കൊടുത്തത്, പൊട്ട വിഗ്രഹത്തെ അല്ല കാട്ടിക്കൊടുത്തത്, നീ വിഗ്രഹത്തിന് മുമ്പിൽ കൊന്തയൊല്ലിയാൽ മതി എന്നല്ല കാട്ടിക്കൊടുത്തത്, നീ മതത്തിന്റെ പുസ്തകം പഠിച്ചാൽ മതി എന്നല്ല കാട്ടിക്കൊടുത്തത്. വിശുദ്ധ വചനത്തെ അപ്പോസ്തലന്മാർ യേശുക്രിസ്തു കൂടെ ഇരുന്നപ്പോ പഠിപ്പിച്ചതും പ്രഖ്യാപിച്ചതും കണ്ടതും കേട്ടതും ചെയ്തതും മുഴുവനും സഭയുടെ അകത്തേക്ക് കയറി വരുന്ന ജനത്തെ പഠിപ്പിക്കുകയും അത് പ്രാക്ടിക്കൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോ ജനത്തിന് വിശ്വാസം വന്നു സഭയുടെ അകത്ത്. ആ ജനത്തെ കർത്താവ് ദിവസം പ്രതി സഭയോട് തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. അവിടെ ഭിന്നതയില്ല, അവിടെ ക്ഷമ ചോദിക്കലില്ല, അവിടെ കാല് പിടിക്കാൻ പറയത്തില്ല, അവിടെ ഒന്നുമില്ല. ഇതാണ് യഥാർത്ഥ സഭ. അല്ലാതെ ഈ വർഷ പാരമ്പര്യം പറഞ്ഞ് മനുഷ്യനെ പൊട്ടം കളിപ്പിച്ച ബിംബത്തിന്റെ അടുത്തേക്ക് ഒപ്പിക്കുന്ന പുരോഹിതന്മാർ ചെയ്യിപ്പിക്കുന്ന പണമുണ്ടാക്കാൻ വേണ്ടി വിഗ്രഹത്തിന്റെ നിറങ്ങൾ മാറ്റി മാറ്റി അടിച്ച് നേർച്ചകളും കൃപാസനം പോലെയുള്ള പുതിയ കൂണുകൾ പൊങ്ങി വരുമ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന, അതിൻ്റെ അകത്ത് ചാര മാതാവിനെ പോലെയുള്ളവരെയൊക്കെ ഇന്നത്തെ പണമുണ്ടാക്കാൻ കത്തോലിക്ക പുരോഹിതന്മാർ വെച്ചിരിക്കുന്ന പരിപാടികളല്ല അന്ന് അപ്പോസ്തലന്മാർ ചെയ്തത്. അപ്പൊ ആ പാരമ്പര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ പാരമ്പര്യത്തിലുള്ളവർക്ക് എങ്ങനെ കാല് പിടിക്കണം, ക്ഷമ ചോദിക്കണം എന്ന് സഭാവിശ്വാസികൾ പറയുന്നു.
അപ്പൊ അവര് പറയുന്നതിന്റെ കാരണം അവർക്ക് കർത്താവിനെ അറിയത്തില്ല. അവർക്കറിയാവുന്നത് തിരുഹൃദയത്തിന്റെ വിഗ്രഹങ്ങളാണ്. അറിയാവുന്നത് കൊണ്ടയാ. അവർക്കറിയാവുന്നത് ബിംബം മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഈ ബിംബം ഒരിക്കലും മാനസാന്തരപ്പെടാൻ പറയത്തില്ല. ഈ ബിംബം ഒരിക്കലും നിന്റെ പാപമോചനം ഉണ്ടെന്ന് ചോദിക്കത്തില്ല. ഈ ബിംബത്തിൽ ഒരിക്കലും രക്ഷയില്ല. ബിംബത്തിൽ നിന്ന് അവർക്ക് അനുഭവങ്ങളില്ല. അപ്പൊ അവർക്ക് പേടിയില്ല, ദൈവഭയമില്ല, ദൈവത്തെ പേടിയില്ല. ബൈബിൾ എടുക്കാൻ ഈ പുരോഹിതന്മാർ അവരെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സഭാമധ്യേ റോഡ് മധ്യേ തടഞ്ഞു നിർത്തുമ്പോൾ ചീത്ത വിളിക്കുന്നത്. വിശുദ്ധ ബലിയെടുത്ത് വിശുദ്ധ യേശുവിന്റെ ശരീരവും രക്തമെടുത്ത് വാഴ്ത്തുന്ന അതേ കൈകൊണ്ട് മുമ്പിൽ വന്ന് ക്ഷമമെന്ന് പറയണമെങ്കിൽ ആ ജനത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. കാരണം അടിമത്തത്തിൽ കിടന്ന ജനം അടിമേന്ന് പരി കഴിയുമ്പോൾ പുറത്തു പോയി. ഈ അഗ്നിപർവ്വതം പൊട്ടില്ലേ, അതിന്റെ അകത്തെങ്ങനെ വിങ്ങിക്കൂടിയിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ഒരു ദിവസം അത് പൊട്ടി വരും എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ജനത്തിന്റെ വികാരം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. സ്തോത്ര ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 7-ാം അധ്യായം 51-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ശാഠ്യക്കാരാൽ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കും. ഇതാണ് ഈ ജനത്തെ പഠിപ്പിച്ചത്. എന്താണ്? ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ല. ശാഠ്യക്കാരൻ എന്താണ്? ക്ഷമ ചോദിച്ചിട്ട് പോയി. എന്റെ ശാഠ്യം നീ ക്ഷമ ചോദിച്ചിട്ട് പോയാൽ മതി. ഹൃദയത്തിനും ചെവിക്കും കേൾക്കാനും പറയാനും സംസാരിക്കാനും പരിച്ഛേദനമില്ല. പരിച്ഛേദനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അകത്ത് വചനം വരണം. അകത്ത് വചനം ഉണ്ടെങ്കിലേ പരിച്ഛേദന ഉണ്ടാകത്തുള്ളൂ. പുറമെ കത്തിയും കൊണ്ടുള്ള പരിച്ഛേദനമല്ല. യഹൂദനുമല്ല. നിന്റെ അകത്ത് പരിച്ഛേദന നടക്കണം. ഒരുവന്റെ അകത്ത് പരിച്ഛേദന നടക്കുമ്പോഴേ ഇവിടെ വചനം പറയാ, ശാഠ്യക്കാരാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് പരിച്ഛേദന നടക്കണം. 2 നിന്റെ ചെവിക്ക് പരിച്ഛേദന നടക്കണം. 3 നീ പരിച്ഛേദനമില്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. ഇതാണ് ഇസ്രായേലിലെ പുരോഹിതന്മാർ ചെയ്തത്. പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുക. കർത്താവ് വന്നിട്ട് പോലും കർത്താവിന്റെ വചനം ഇവർ വിശ്വസിച്ചില്ല. ഗെത്സമന തോട്ടത്തിലിരുന്ന് കർത്താവ് ജനത്തെ നിലവിളിച്ചു. ഈ ജനത്തെ ഓർത്ത്, നാളെ നശിക്കാൻ പോകുന്ന ജനത്തെ ഓർത്ത് ദൈവം വിങ്ങിപ്പൊട്ടിക്കിടന്ന് നിലവിളിച്ചു. കാരണം ഇസ്രായേലിലെ ജനത്തെ നോക്കിയിട്ട് അയ്യോ, ഈ ജനത്തിന്റെ പാപമുള്ള ജനം, ഇവർ നശിക്കാൻ പോവുകയാണല്ലോ എന്നോർത്തുണ്ട്. ഇന്നും ദൈവം ഇവരെ നോക്കിയിട്ട് വിങ്ങിപ്പൊട്ടുക. ഇന്നും ഇത് തന്നെ. കാരണം പരിച്ഛേദന വന്നിട്ടില്ല. വചനമില്ലാത്തവർക്ക് പരിച്ഛേദന ഉണ്ട്. കാരണം മേരിയോളജി കയറി വന്നപ്പോ യേശുക്രിസ്തുവിന്റെ സ്ഥാനം താഴെയായി പോയി. അപ്പൊ ഒന്നാമത്തെ ഇത് മാതാവിൽ കൂടി മാത്രമേ യേശുവിനെ കാണാൻ പറ്റത്തുള്ളൂ. മാതാവിൽ കൂടി മാത്രമേ യേശുവിനെ അറിയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ മൂന്നാമതൊരാളുണ്ടെങ്കിലേ അത്യുന്നതനായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കൃപ ലഭിക്കത്തുള്ളൂ, വരങ്ങൾ ലഭിക്കത്തുള്ളൂ, പ്രാർത്ഥന കേൾക്കത്തുള്ളൂ എന്ന് ഈ ജനത്തെ ഇവർ പഠിപ്പിച്ച്, ഈ ജനത്തെ ഇവർ തെറ്റിദ്ധരിപ്പിച്ച്, ഈ ജനത്തെ ബിംബത്തിലേക്കും മെഴുകുതിരിയിലേക്കും വഴിപാടിലേക്കും കർമ്മങ്ങളിലേക്കും ജനത്തെ ആനയിച്ച് ബിംബത്തിലേക്ക് ആണിയടിച്ച് ഈ ജനത്തെ ഇവർ ഒപ്പിച്ചു വെച്ചു, ഒരുമിച്ച് കൂട്ടിവെച്ചു. യേശുക്രിസ്തുവിലേക്കും വചനത്തിലേക്കും അടുപ്പിക്കേണ്ടതിന് പകരം ഇവർ എന്തിലേക്ക് ചെയ്തു? ബിംബത്തിലേക്ക് അടുപ്പിച്ചു. അതാണിന്ന് സഭയിൽ നിന്ന് അടി, ബഹളം, പ്രശ്നങ്ങൾ, പോലീസ് കാവൽ. ഇതാണ്. നമുക്ക് അടുത്തൊരു വചനത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 1 കൊരിന്ത്യർ 10:31 ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ഒരു സഭയുടെ അകത്ത് വചനമുണ്ടെങ്കിൽ ആര് മഹത്വപ്പെടണം? ഏറ്റുന്നതനായ ദൈവം മഹത്വപ്പെടണം, യഹോശുവ മഹത്വപ്പെടണം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ മഹത്വപ്പെടുത്തണം. അവിടെയാണ് സമാധാനം. അതൊന്നില്ല, നഷ്ടപ്പെട്ടു, അതില്ല. എങ്ങനെ ഉണ്ടാവും? കാരണം അവിടെ ബഹളങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 15:7 അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളാൻ പറയുന്നു. ക്രിസ്തുവിന്റെ അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും കൈക്കൊള്ളണം. ദൈവത്തിന്റെ മഹത്വത്തിനായി യേശുക്രിസ്തു തന്റെ ശരീരം, അവസാന തുള്ളി ശരീരം വരെ കാൽവരി ക്രൂശിൽ കൊടുത്ത് പാപത്തെ മോചിച്ച് തന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് കൈക്കൊണ്ടതുപോലെ മഹത്വത്തിനെ കാണുമ്പോൾ നിങ്ങളും ദൈവ മഹത്വത്തിനായി കൂടി വരുമ്പോൾ കൈക്കൊള്ളണം. ഇത് കൊള്ളണമെങ്കിൽ
നിങ്ങൾ പുരോഹിതന്മാർ എന്ത് കൊടുക്കണം? ജനത്തിന് വചനം കൊടുക്കണം, ജനത്തിന് ആത്മാവിനെ കൊടുക്കണം, കൃപ എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കണം, അത്യുന്നതനായ ദൈവം എന്തെന്ന് കൊടുക്കണം. അല്ലാതെ സഭയുടെ അകത്ത് സഭ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിട്ട് നീ കൊന്ത ചൊല്ലിയാതെന്ന് പറഞ്ഞാൽ ജനത്തിന് മാനസാന്തരം വരത്തില്ല, ജനത്തിന് ഒന്നും ലഭിക്കാൻ പോകത്തില്ല. ജനം നാളെ നിങ്ങളെ വഴിയിൽ വലിച്ചു കീറും. പറഞ്ഞു മനസ്സിലാവും? കാരണം അവർക്ക് ഭയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ വിടുതലിന് കിട്ടണമെങ്കിൽ അത്യുന്നതനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. അപ്പോ സഭയില് എന്തുവരും? സമാധാനത്തിന് വരും. എന്താണ് വിശുദ്ധ ബലി? അതാണ് പഠിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായം അതിന്റെ 26 തൊട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും രക്തം കുടിക്കുകയും, അതായത് പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. കാരണം പാപമോചനമില്ലാതെ, വിടുതലില്ലാതെ യേശു ക്രിസ്തുവിന്റെ ഈ കോപത്തോടും വൈരാഗ്യത്തോടും കൂടി ഇതിങ്ങനെ യേശുവിന്റെ ശരീരം അപ്പോഴെടുത്ത് ത്രോണോസിലെടുത്ത് വാഴ്ത്തി ഈ ജനം വൈരാഗ്യത്തോടും കോപത്തോടും വെറുപ്പോടും കൂടി വാങ്ങിച്ചു കുടിക്കുമ്പോൾ എവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നത്? താഴേക്ക് വായിക്കാം. തന്നെത്താൻ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധിയാണ്. അപ്പൊ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തന്റെ ശരീരത്തെ വിവേചിക്കണം. എനിക്ക് ആരോടെങ്കിലും വഴക്കുണ്ടോ? ഞാൻ കോപാകുലനാണോ? ഞാൻ ബിംബത്തെയാണോ ആരാധിക്കുന്നത്? ഞാൻ യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും യേശു ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ ഈ വിശുദ്ധ ശരീരവും വിശുദ്ധ രക്തവും അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോൾ എന്റെ നിത്യജീവന് തരുന്ന ഉറവിടമാണോ ഇത് എന്ന് ചിന്തിക്കണം. കൊടുക്കുന്നവനും ചിന്തിക്കണം, വാങ്ങിക്കുന്നവനും ചിന്തിക്കണം. തനിക്ക് ശിക്ഷാവിധി 30. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളാകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇതുമൂലം പലരും രോഗികളാണ്, പലരും മരണപ്പെട്ടേക്കാം. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ ബലിയുടെ പേരിൽ ജനാഭിമുഖമായി അല്ലെങ്കിൽ എങ്ങോട്ട് തരുമെന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഒരു മനസ്സോടെ ചർച്ചിൽ കൂടിയിരിക്കുമ്പോൾ ഒരേ ആത്മാവിൽ ഒരേ ശരീരമായി യേശുവിന്റെ യഥാർത്ഥ സഭയായി കൂടിയിരുന്ന അവന്റെ അപ്പം മുറിക്കൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങും. നിങ്ങളിലേക്ക് കൃപയാൽ നിങ്ങൾ വഴി നടത്തും. നിങ്ങളെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അല്ലാതെ ഇത് മരണത്തിനും അനേകർ നിദ്ര കൊള്ളുകയും അനേകർ രോഗികളാവുകയും ചെയ്യും. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ വിവേചിക്കാതെ യേശുക്രിസ്തുവിനെ തെരുവിലിട്ട് വലിച്ചു അപകേളിക്കുന്നതിന് തുല്യമായ ഈ കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ യഥാർത്ഥമായി ഒരു കുർബാനയെ വിശുദ്ധ കുർബാനയാക്കി ചർച്ചിലെ ഒരു സഭയായി, ഒരംഗമായി, ഏകസഭ യേശുക്രിസ്തുവിന്റെ സഭയാണ്, ഏകസഭ ദൈവസഭയാണ്. അത് അവന്റെ ശരീരമാകുന്ന സഭയാണ്. സ്തോത്രം, ഹല്ലേലൂയ.